ഗോവയിലെ വെസ്റ്റേൺ ഡോക്യാർഡിൽ അർദ്ധരാത്രിയിൽ ഡ്യൂണിന് പുറകിൽ വലിയ വലിയ കണ്ടെയ്നേഴ്സ് മാത്രമല്ല, എന്തോ വലിയ രഹസ്യവും ഒളിഞ്ഞിരിപ്പുണ്ട്. വാസ്കോ ഡോക്യാർഡിൽ ഡിറ്റക്റ്റീവ് ടീം തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ചുകൊണ്ട് ഒരു പ്രധാന ദൗത്യത്തിലാണ്. ആലി ചേച്ചി, നിങ്ങളുടെ വലതുവശത്ത് നിന്ന് ഒരു കണ്ടെയ്നർ ട്രക്ക് മൂവ് ചെയ്യുകയാണ്. അതിന്റെ പുറകെ കവർ ചെയ്യ്. താങ്ക് യു സോയ. സോയ, ഡോക് 14ലെ ക്യാമറയുടെ സ്റ്റേറ്റസ് എന്താണ്? സർ, ഡോക് 14ന്റെ ഏരിയ ക്ലിയർ ആണ്. എന്നാൽ ഡോക് 15ന്റെ അടുത്ത് ഞാൻ കുറച്ച് ഗാർഡ്സിനെ കാണുന്നുണ്ട്. ഞാൻ അവരുടെ പ്രൈമറി സർവൈലൻസ് സിസ്റ്റം ജാം ആക്കുകയാണ്. ലിയാന, നീ സെക്കൻഡറി ഫയർവാളിനെ ബൈപാസ് ചെയ്യ്. ഓൾമോസ്റ്റ് ഡൺ. ജസ്റ്റ് 30 സെക്കൻഡ് മോർ. ഗോട്ട് ഇറ്റ്. ക്യാമറ ഈസ് ഡിസേബിൾ ഫോർ 10 മിനിറ്റ്സ്. വൗ, ലിയാന ചേച്ചി. എന്നാൽ ബാക്കപ്പ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുവാൻ കൂടുതൽ സമയമെടുക്കില്ല. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. സോയയുടെ ടൈംലി അപ്ഡേറ്റ്സും കൂടാതെ ആദി, ലിയാന ഇവരുടെ ഹാക്കിംഗ് സ്കിൽസും മെഹുലിനും മാലിയയ്ക്കും പെർഫെക്റ്റ് കവർ തന്നെ നൽകി. വൗ മെഹുൽ, നിങ്ങളുടെ പ്ലാനിംഗ് ഇംപ്രസീവ് ആണ്. എന്നാൽ നീ എന്റെ ട്രാപ്പ് മനസ്സിലാക്കിയില്ല. ഈ ഗെയിം ഇനി എന്റെ നിയമങ്ങളിൽ കളിക്കും. അവർ നമ്മുടെ ഡീകോയ് ട്രക്ക് ഫോളോ ചെയ്തു. മൈക്കിൾ, ഇത് തുടക്കം മാത്രമാണ്. ഡ്രേക്കോ നെക്സസിനോട് നേരിട്ടാലുള്ള പരിണിതഫലം എന്താണെന്ന് കാണിക്കുവാനുള്ള സമയമാണിത്. സർ, ഇതെന്താണ്? ഇതൊരു സാധാരണ ഷിപ്മെന്റായി തോന്നുന്നേയില്ലല്ലോ. ഇത് വെറും സോൾട്ട് ഓർ സാൻഡ്സ്റ്റോൺ ആണ്. എന്തിനായിരിക്കും? ഡ്രേക്കോ നെക്സസിന്റെ ജോലിയാണിത്. ഇത് അവരുടെ ഡീകോയ് പ്ലാനാണ്, നമ്മെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി. സാൻഡ്സ്റ്റോണിന്റെയും സോൾട്ടിന്റെയും കെമിക്കൽ ട്രേസസ് ആണ്. ഇതൊരു റെഗുലർ ഷിപ്മെന്റ് അല്ല. ഇവർ സിഗ്നൽ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുവാനാണ് നോക്കുന്നത്. സർ, ഇത് ശരിക്കും ഡീകോയ് ആണെങ്കിൽ അവരുടെ യഥാർത്ഥ ടാർഗറ്റ് എന്തായിരിക്കും? മെഹുൽ, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എന്റെ പ്ലാനിങ്ങിന് മുന്നിൽ ഒരടി പുറകെയാണ്. ഇനി ശരിയായ പ്ലാൻ തുടങ്ങാം. ഈ സിംബൽസ് വേറൊരു സ്ഥലം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. വെസ്റ്റേൺ ഡോക്സ് ഗോവയിലെ അടുത്ത ക്ലൂ ആയിരിക്കും. ആദ്യം നീ ഈ പാറ്റേൺ അനലൈസ് ചെയ്യും. സർ, ഇത് കോഡ് എൻക്രിപ്റ്റഡ് ആണ്. ഞാനും ലിയാനയും ചേർന്ന് ഇത് ഡീകോഡ് ചെയ്യാം. 1 മിനിറ്റ് തരൂ. എല്ലാവരും പാക്ക് ഓഫ് ചെയ്യുക. ഇത് ട്രാക്കറാണ്. അവർക്കറിയാം നമ്മൾ ഇവിടെയാണെന്ന്. ഡ്രേക്കോ നെക്സസ് ഡീകോയ് മാത്രമല്ല, കൂടാതെ ട്രാക്കർ ഡിവൈസ് ഉപയോഗിച്ച് ഒരു ഡെഡ്ലി ട്രാപ്പും ഉണ്ടാക്കിയിരുന്നു. അത് മെഹുലിനെയും ടീമിനെയും കുടുക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. നിങ്ങൾ ഇയാളെ രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ 3 പേരും ഡെഡ്ലി ട്രാപ്പായ ഈ വാതിലുകളിലൂടെ വീടിനകത്തേക്ക് വരേണ്ടി വരും. 3 പേരും വീടിനകത്തേക്ക് വന്ന് പച്ച നിറത്തിലുള്ള ബട്ടൺ അമർത്തേണ്ടി വരും. അതിലൂടെ ഈ വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്തും ആ വ്യക്തിയെ രക്ഷപ്പെടുത്തണം. മുന്നോട്ടുള്ള യാത്രയ്ക്ക് സഹായകരമാകുന്ന ഒരേ ഒരു കണ്ണി അയാൾ മാത്രമാണ് ശരിക്കും. 3 പേരും ഓരോ വാതിലുകൾ തെരഞ്ഞെടുത്ത് അകത്തേക്ക് പോകുന്നു. അകത്തു പോയപ്പോൾ 3 പേരും ഒരു ബോക്സിലേക്ക് വീഴുന്നു. ബോക്സിൽ തണുത്ത വെള്ളം നിറയുവാനും തുടങ്ങുന്നു. ഒന്നും ചെയ്തില്ലെങ്കിൽ 3 പേരും വെള്ളത്തിൽ മുങ്ങിപ്പോകും. അപ്പോൾ 3 പേർക്കും അവരവരുടെ ബോക്സിന് മുന്നിൽ ഒരു ബട്ടൺ കാണപ്പെടുന്നു. സഞ്ജന ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ജാക്കിന്റെയും ജിമ്മിയുടെയും ബോക്സിൽ വെള്ളം നിറയുന്നു. ജിമ്മിയോ ജാക്കോ ആണ് ബട്ടൺ പ്രസ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു വശത്ത് വെള്ളം നിറയുന്നു. അതിനർത്ഥം ആരെങ്കിലും തന്റെ ബോക്സിലെ വെള്ളം നിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ ബാക്കി 2 ബോക്സിലെയും വെള്ളത്തിന്റെ സ്പീഡ് കൂടുന്നു. എന്നാൽ ബട്ടൺ അമർത്താതെ പുറത്തു കടക്കുവാനും കഴിയില്ല. സഞ്ജന, ആദ്യം നിങ്ങൾ ബട്ടൺ അമർത്തി നിങ്ങളുടെ പസിൽ സോൾവ് ചെയ്യുക. സഞ്ജന ബട്ടൺ അമർത്തിയതും മുന്നിൽ ഒരു റിഡിൽ വരുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ ഈ റിഡിലിന്റെ ഉത്തരം എന്തായിരിക്കുമെന്ന്?
ഫസ്റ്റ് നമ്പർ പ്ലസ് സ്ക്വയർ ഓഫ് സെക്കൻഡ് നമ്പർ ഉത്തരമാകും. 3ന്റെ സ്ക്വയർ 9 പ്ലസ് 1 10 മാറും. 4ന്റെ സ്ക്വയർ 16 പ്ലസ് 3 19 മാറും. 5ന്റെ സ്ക്വയർ 25 പ്ലസ് 5 30 മാറും. സഞ്ജന അത് പ്രസ് ചെയ്തപ്പോൾ അവളുടെ ബോക്സ് തുറക്കുന്നു. എന്നാൽ ബാക്കി 2 ബോക്സിലും വളരെ വേഗത്തിൽ വെള്ളം നിറയുവാനും തുടങ്ങി. അതേസമയം ഡേവിഡ് ഷേരയോട് പറയുന്നു, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഇവർ 3 പേരും സ്വയം ഞാൻ വിരിച്ച വലയിൽ വന്ന് വീഴുമെന്ന്. പോകൂ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി സുഖമായി ചെയ്യാം. നിങ്ങൾ പറഞ്ഞിരുന്നത് പോലെ ഞാൻ കണ്ടെത്തി. സിറ്റിയിലെ ഒരു ജുവലറുടെ കയ്യിൽ കോടിക്കണക്കിന് ബിറ്റ്കോയിൻ ഉണ്ട്. അത് അയാളുടെ കയ്യിൽ എന്തിനാണ്? നമ്മുടെ കയ്യിലല്ലേ വേണ്ടത്. വരൂ, പോയി കൊണ്ടുവരാം. കൂക്ക ക്യാമറ ഹാക്ക് ചെയ്ത് വളരെ എളുപ്പത്തിൽ ഓഫീസിൽ എത്തിച്ചേരുന്നു. ലൂക്ക സേഫിനടുത്തേക്ക് പോകുമ്പോൾ മുന്നിലെ ഒരു ഗണ്ണിൽ നിന്ന് ലേസർ ഫയർ ചെയ്തു. അത് ഷേരയുടെ ബ്രേസ്ലെറ്റിനെ ഒരു സെക്കൻഡ് കൊണ്ട് കട്ട് ചെയ്ത് കളയുന്നു. ബിറ്റ്കോയിൻ വേണമെങ്കിൽ ഈ ലേസറിനെ തടയേണ്ടതാണ്. കൂക്ക, ഈ ലേസറിനെ കൺട്രോൾ ചെയ്യാം. ഈ ലേസർ തടയുവാൻ പ്രയാസമാണ്. ഇത് സാറ്റലൈറ്റ് കൺട്രോൾഡ് ആണ്. പ്രയാസമൊന്നുമില്ല. എനിക്ക് കുറച്ച് സമയം തന്നാ മതി. ഞാൻ ഇതിനെ ഹാക്ക് ചെയ്യാം. ലൂക്കയും ഷേരയും 2 പേരും ലേസറിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നു. അവർ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ലേസറിന്റെ സ്പീഡും വർദ്ധിക്കുന്നു. നമ്മൾ മുന്നോട്ട് വന്നെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല. ലൂക്ക തളർന്നുപോയി. അപ്പോഴേക്കും ഒരു ലേസർ വളരെ വേഗത്തിൽ ലൂക്കയുടെ അടുത്തേക്ക് വരുന്നു. ലൂക്ക, രക്ഷപ്പെടൂ! കൂക്ക വളരെ വേഗത്തിൽ ലേസറിനെ തടയുവാൻ ശ്രമിക്കുന്നു. അവൻ സ്പേസിൽ 4 സാറ്റലൈറ്റുകളെ കാണുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഇന്ത്യയുടെ സാറ്റലൈറ്റ് ഏതാണെന്ന്? എല്ലാ സാറ്റലൈറ്റിലും അവരുടെ നാഷണൽ അനിമൽസ് ഉണ്ട്. ഇന്ത്യയുടെ നാഷണൽ അനിമൽ ടൈഗറാണ്. ലൂക്കയ്ക്ക് അത് മനസ്സിലാകുന്നു. സാറ്റലൈറ്റ് കൺട്രോൾ ചെയ്ത് ലേസർ ഓഫ് ആക്കുന്നു. ലൂക്ക രക്ഷപ്പെടുന്നു. ഇന്ന് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. മറ്റൊരിടത്ത് ജിമ്മി തന്റെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ജാക്കിന്റെ ബോക്സിലെ വെള്ളം വളരെ വേഗത്തിൽ കൂടുന്നു. ജാക്ക് വെള്ളത്തിനകത്തായി പോകുന്നു. ജിമ്മി, പെട്ടെന്ന് ആ റിഡിൽ സോൾവ് ചെയ്യ്. ജാക്കിന്റെ ജീവൻ ആപത്തിലാണ്. ജിമ്മിയുടെ മുന്നിൽ ഒരു റിഡിൽ വരുന്നു. നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഈ റിഡിലിന്റെ ഉത്തരം എന്തായിരിക്കുമെന്ന്? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ മൈനസ് തേർഡ് നമ്പർ ആൻസർ ആണ്. 4 × 3 12 ആയി മാറും. -3 9 ആകും. അതുപോലെ 5 × 3 15 ആകും. -4 11 ആയി മാറും. ഉത്തരത്തിന് വേണ്ടി 5 × 5 25 ആകും. -5 20 ആകും. ജിമ്മി 20 പ്രസ് ചെയ്യുമ്പോൾ അവന്റെ ബോക്സും തുറക്കുന്നു. എന്നാൽ ജാക്കിന്റെ ബോക്സ് മുഴുവൻ വെള്ളം കൊണ്ട് നിറയുന്നു. അവന് ശ്വാസം എടുക്കുവാൻ പറ്റുന്നില്ല. അവന് ആസ്മയുമുണ്ട്. അവൻ വീക്കായി മാറുന്നു. ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് ബട്ടന്റെ അടുത്ത് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല. ഡ്രഗ്സ് ബലം ഇവിടെ ആവശ്യമായി വരില്ല. നമുക്കിവിടെ നിന്ന് പുറത്തു കടക്കുവാൻ ഇവരുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ എന്തെങ്കിലും ലൂപ്പ് ഹോൾ അന്വേഷിക്കണം. ബോസ്, ഗാർഡ്സ് നമ്മുടെ പുറകെ നിന്ന് മാറുന്നത് വരെ നിങ്ങളുടെ ഈ പ്ലാൻ നടക്കില്ല. ചുമരോ ഗാർഡോ എന്നെ ആർക്കും തടയുവാൻ കഴിയില്ല. ജയിലിനകത്ത് ഒരു വശത്ത് മാർക്കോ തന്റെ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ മറുവശത്ത് ശക്തി കൊണ്ട് സിസ്റ്റം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നു. സൗണ്ട് കുറയ്ക്ക് ഡ്രഗ്സ്. നമുക്ക് ഏത് വിധേനയും അലാം ആക്ടിവേറ്റ് ആകുന്നത് തടയണം. ഈ ലേസറിന് ഒരു പാറ്റേൺ ഉണ്ട്. ഇനി അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ഈ പാറ്റേണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് ബോറിംഗ് ആയി തോന്നുന്നു. എന്നാൽ നീ നേരെ പോയി ലേസറിന്റെ നടുക്ക് നിൽക്ക്. നോക്കാം എങ്ങനെ രക്ഷപ്പെടുമെന്ന്. ഫൈൻ ബോസ്, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക. മാർക്കോ ലേസറിന്റെ പാറ്റേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഞാൻ നടക്കുന്നത് പോലെ എന്റെ പുറകെ എക്സാക്ട് അതേ പാറ്റേണിൽ നടക്കണം. 1 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ്, പിന്നെ 2 സ്റ്റെപ്പ്, പിന്നെ 1 സ്റ്റെപ്പ്. ഈ പാറ്റേൺ ഫോളോ ചെയ്യണം. പാറ്റേൺ ഫോളോ ചെയ്ത് 2 പേരും ജയിലിൽ നിന്നും പുറത്തു വരുന്നു. സെൽ ബിയിൽ കുറച്ച് മൂവ്മെന്റ്സ് കാണുന്നു. ചെക്ക് ചെക്ക്. ഗുഡ്, ബട്ട് മുഴുവൻ ടവറും അലേർട്ടായി. ഈ മൈൻസ് ഇൻഫ്രാറെഡും പ്രഷർ സെൻസിറ്റീവുമാണ്. നമുക്കിവിടെ നിന്ന് ടെക് ഗ്ലാസസ് ഇല്ലാതെ രക്ഷപ്പെടുന്നത് ഇമ്പോസിബിളുമാണ്. ഞാൻ ഈ ചെറിയ കാര്യങ്ങളൊന്നും കണക്കാക്കില്ല. ഞാൻ ഈ കാർഡ് ഇല്ലാതാക്കി രക്ഷപ്പെടും.
ഡോണ്ട് മൂവ്. നിങ്ങൾ എങ്ങനെയാ പുറത്തു കടക്കേണ്ടതെന്ന് പിന്നീട് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സറണ്ടർ ചെയ്യാതെ വേറെ വഴിയില്ല. വേണ്ട ടെക്സ്, ഇവരെ നേരിടുന്നത് നമ്മുടെ മരണത്തിന് തുല്യമാണ്. ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്ലാൻ തയ്യാറാക്കാം. എനിക്ക് ആ വെറോണിക്കയെ വേണം. അവരാ നമ്മളെ ഈ അവസ്ഥയിലെത്തിച്ചത്. ഡ്രേക്കോ നെക്സസിന്റെ ഏജന്റ്സ് ഡോക്യാർഡിൽ ആക്രമിക്കുവാൻ ഓർഡർ ഇടുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ, നിങ്ങൾ എത്ര പ്ലാൻ ചെയ്താലും എന്റെ ഏജന്റ് നിങ്ങളെക്കാളും ഒരടി മുന്നിലാണ്. നിങ്ങളുടെ ടീം ഇവിടെ ഇല്ലാതാകും. വെറോണിക്കയുടെ ഈഗോ പ്രയോജനപ്പെടുത്തുവാൻ നമുക്കറിയാം. അവൾ വിചാരിക്കുന്നത് അവൾ ഒരടി മുന്നിലാണെന്നാണ്. പക്ഷേ നമ്മൾ അവളെക്കാളും മുന്നിലാണ്. സർ, ഇവർ ആളെണ്ണം കൂടുതലാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പുറത്തു കടക്കണം. എനിക്കറിയാം ഇതാണ് നടക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് ഒരു ബാക്കപ്പ് പ്ലാനും റെഡിയാണ്. മെഹുൽ തന്റെ ടീമിനെ ഡോക്കിന്റെ എഡ്ജിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു ചെറിയ ഹാച്ചിൽ ഭൂൽഭുലയുടെ ഒരു മിനി സബ്മറൈൻ റിവീൽ ചെയ്തു. ഇതെപ്പോ പ്ലാൻ ചെയ്തു? ഭൂൽഭുല സയന്റിസ്റ്റ് ഇല്ലെങ്കിൽ ഇത് പോസിബിളേ ആകില്ല. സയന്റിസ്റ്റിന്റെ ഗാഡ്ജറ്റ്സ് ബെസ്റ്റ് ആണ്. മെഹുൽ സർ, പെട്ടെന്ന് ബോട്ട് ചെയ്യ്. വെറോണിക്കയുടെ ഏജന്റ്സ് നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു. ഈ സിംബൽസ് വളരെ കോംപ്ലക്സ് ആണ്. എന്നാൽ എനിക്കൊരു പാറ്റേൺ കാണപ്പെടുന്നു. അത് ഗോവയിലെ വെസ്റ്റേൺ ഡോക്സിന്റെ റെഫറൻസ് ആണെന്ന് തോന്നുന്നു. കോഡ്സിലുള്ള ഈ നമ്പേഴ്സ് ഷിപ്മെന്റിന്റെ എക്സാക്ട് ടൈമിംഗ് ആണെന്ന് തോന്നുന്നു. നാളെ രാത്രി 11 മണി. വെറോണിക്ക നമ്മളെ ഇവിടെ ബിസി ആക്കുവാൻ വേണ്ടി ഡീകോയ് പ്ലാൻ ഉണ്ടാക്കിയതാണ്. യഥാർത്ഥ ഷിപ്മെന്റ് വെസ്റ്റേൺ ഡോക്സിലാണ് നടക്കുവാൻ പോകുന്നത്. മെഹുൽ, ശരിക്കും നിങ്ങൾ എന്നെ പലതവണ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ മണ്ടത്തരമാകും. വെറോണിക്ക, ഇത് തുടക്കം മാത്രമാണ്. ലോഹ, ടീന, പ്ലാസ്റ്റിക്. മെഹുൽ സർ, ഫാന്റാസ്റ്റിക്. വെസ്റ്റേൺ ഡോക്സിൽ നടക്കുവാൻ പോകുന്ന ഷിപ്മെന്റ് നമ്മുടെ അടുത്ത ടാർഗറ്റാണ്. ഇത് വെറോണിക്കയുടെ പ്ലാൻ ഇല്ലാതാക്കുന്നതിനുള്ള അവസരവുമാണ്. സർ, നമ്മുടെ പക്കൽ ഒരുപാട് സമയമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്ലാൻ തയ്യാറാക്കണം. മെഹുൽ, നിങ്ങൾക്ക് വെസ്റ്റേൺ ഡോക്സിൽ എന്താണോ ലഭിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ തയ്യാറല്ല. ഡ്രേക്കോ നെക്സസിന്റെ പുതിയ തന്ത്രങ്ങളിൽ നിന്ന് മെഹുലും ടീമും രക്ഷപ്പെടുമോ? വെസ്റ്റേൺ ഡോക്സിന്റെ മിഷൻ അവരെ ഏത് അപകടത്തിലാണ് കൊണ്ടുപോകുന്നത്? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.